welcome to the fun-packed episode of your favorite show, and that is Star Magic. അപ്പോൾ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ കലക്കൻ റീചാർജിങ് എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ടീമിനെ ഒറ്റടിക്ക് റെഡി 1 2 3 എന്ന് പറയുമ്പോഴേക്കും അവരെത്തും. സോ ലെറ്റ്സ് വെൽക്കം ദ എൻ്റെ ടീം ടു സ്റ്റാർ മാജിക്. കഴിഞ്ഞ ആഴ്ച നമുക്കൊരു ഷൂട്ട് ബ്രേക്ക് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. നമ്മളിങ്ങനെ സെൽഫായിട്ട് ഇങ്ങനെ അനലൈസ് ചെയ്യില്ല, എത്ര ആൾക്കാർ നമ്മളെ തന്നെ അനലൈസ് ചെയ്യുന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ കുറെ കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് ചേട്ടാ ലക്ഷ്മി ആണെങ്കിൽ ഞാൻ ജിതേഷ് മാറൂ ജിതേഷ് അവരത് ജിഷിൻ ജിഷിൻ അത് ജിഷിൻ ഇത് ലക്ഷ്മി നക്ഷത്രമാണോ? കന്നഡ മാറ്റടോ. ഇല്ല ഇല്ല എന്താണ് കോലം ഷർട്ട് എന്റെ ഈ ഇടയായിട്ട് പേക്കോലത്തോല് വരാൻ പോണ കോസ്റ്റ്യൂമിനൊക്കെ മാട്ടത്തരം. ഇതാണ് പറഞ്ഞത്, ട്രെൻഡിനനുസരിച്ച് സഞ്ചരിക്കണം. വയസ്സായവരെ ഇങ്ങനെ ഇരിക്കും. പറക്കുന്നതേ ബസ്സിൽ ഓരോ ഓട്ടോയിലും ഓരോ പൂവും ഇലയും വെക്കാൻ പറഞ്ഞതുപോലെ ഇതിലെ ഓട്ടോ പോകുന്നിടത്ത് മുഴുവൻ ഈ മാല കെട്ടി തൂക്കി കൊണ്ടു. ഒരു ചേഞ്ച് ആർക്കാ ഇഷ്ടമല്ലാത്ത? ഈ ട്രെൻഡിനനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരു ഞാനും അതുപോലെ തന്നെ ഗേൾസും ആയതുകൊണ്ട് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് അല്ലേ? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, റിക്വസ്റ്റ് ഇംഗ്ലീഷിൽ സെന്റൻസ് ആക്കി പറഞ്ഞോളൂ. I request for you. Requested for you. Okay. താങ്കൾ ആദ്യം വന്നില്ലേ എൻട്രി, അന്നേരം വന്നപ്പോ സോങ്ങിന് നമ്മുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് പറ്റിയൊരു സോങ് അല്ല, അതിന് പറ്റിയൊരു സോങ് ഞങ്ങൾ പ്ലേ ചെയ്തത്. ജസ്റ്റ് ഒന്ന് പോയിട്ട് വരൂ. ഇതെന്തോ കൃത്യമായിട്ട് സ്റ്റൈലായിട്ട് വരണം. ഈ കുടിമാസം വെച്ച് ഇതും വെച്ചോന്ന് എന്തോ എനിക്കുള്ള ഒന്നുമില്ല, നല്ല സ്റ്റൈലായിട്ട് വന്നെ. എന്നെ ഇങ്ങനെ ഉപമിച്ചെങ്കിൽ അതെനിക്കൊരു അഭിമാനമായിട്ടേ തോന്നുള്ളൂ. ഞാൻ പോയിന്റിലേക്ക് വരട്ടെ. ട്രെൻഡിങ് ഡ്രസ് ഇഷ്ടായോ? ഇല്ല ലക്ഷ്മി ചേച്ചി പ്ലീസ് ദയവ് ചെയ്ത് അല്ല 60-ലെ അമ്മമാരോട് അഭിപ്രായങ്ങൾ ചോദിക്കാതിരിക്കും. അടിപൊളി നല്ല കോസ്റ്റ്യൂം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ എല്ലാവരും വെറുതെ ഒരു ജോലി ഇല്ലാതെ ഒരു ഉദ്ഘാടനം ഇല്ലാതെ ഞങ്ങൾ എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ എന്നെ പറ്റി തന്നെ അനലൈസ് ചെയ്തു. അതാണ് എന്നെ വിളിച്ച ചായ കുടിക്കാൻ കാശ് തരാമെന്ന് ചോദിച്ചു. അതെ, ഒരു പഴംപൊരിയും. അപ്പോ അങ്ങനെയല്ല, നമ്മുടെ ലൈഫിൽ ഇതുവരെ നടന്ന കാര്യങ്ങളും നടക്കാത്ത കാര്യങ്ങളും ഞാൻ ശരിക്കും കണ്ണടയുടെ മുന്നിൽ നോക്കിയിട്ട് എന്നെ തന്നെ ഇങ്ങനെ ഇതായിട്ടോ. നമ്മൾ ഇപ്പോഴും ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന നടക്കാതിരിക്കുന്ന കാര്യങ്ങളും എന്നാൽ നടന്ന കാര്യങ്ങളും അങ്ങനെ നിങ്ങൾക്കും ഉണ്ടാവില്ലേ പറയാനായിട്ട്? എനിക്ക് എന്നെ മനസ്സിലായി, അതുപോലെ നിങ്ങളെയും കൂടെ ഒന്ന് മനസ്സിലാവാൻ എനിക്കൊരു ആഗ്രഹം. ഞാൻ അങ്ങനെ ഒരു ഉദാഹരണം പറയാം. ശ്രീവിദ്യനെ കുറിച്ച് പറയാം. അവള് സിനിമാനടിയാകാൻ ആഗ്രഹിച്ചു, നടന്നു. പക്ഷെ ആങ്കറാവാൻ ആഗ്രഹിച്ചു, നടന്നില്ല. അത് നടക്കട്ടെ എത്രയും പെട്ടെന്ന്. ലക്ഷ്മി ആങ്കർ ആകാൻ ആഗ്രഹിച്ചു വന്നു, ഇപ്പോ മഹർഷിയായി നിൽക്കുന്നു. നല്ലതാ. എനിക്ക് അണ്ണാച്ചാക്കോയുടെ മുടി ചുരുള് മാറ്റി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ നടക്കുമെന്നറിയില്ല. നടക്കുമോ? ഞാൻ അടിമാലിയുടെയും ഉല്ലാസിന്റെ വയറ് കുറയ്ക്കാൻ നോക്കുന്നു, പക്ഷെ ജന്മത്തെ നടക്കുന്നു.
ജിഷൻ ചേട്ടാ ജിഷൻ നിന്റെ വിഷൻ പറയൂ. പ്രതീക്ഷയുണ്ട്. നടന്ന ആഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ട്. ഒരെണ്ണം പറയൂ, ഒരെണ്ണം മതി. ഞാനൊരു നടനാവാൻ ആഗ്രഹിച്ചതല്ല. എന്നിട്ടും ആയിപ്പോയി. ആയില്ലല്ലോ. ആര് പറഞ്ഞു ആയിട്ടില്ലല്ലോ? ആയില്ല. ആയില്ലല്ലോ. എന്താ ഞാൻ അഭിനയിക്കൂലേ? അഭിനയിക്കില്ലെന്നല്ല പറഞ്ഞ അവൻ ആഗ്രഹിച്ചിട്ടില്ല, അവനായിട്ടുമില്ല. എന്നെ പറയൂ, എന്താ ആഗ്രഹിച്ചിട്ട് നടന്നത്, ഇനി നടക്കാനുള്ളത്? ഞാൻ ഇപ്പോൾ ഉള്ള ലൈഫ് തന്നെയാണ് എനിക്ക് ഏറ്റവും പറയാനുള്ള കാര്യം. ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കണം എന്നാണ് ആഗ്രഹിച്ചത്, ഒരുപാട് ആഗ്രഹിച്ചു ചെറുപ്പത്തിലെ. ഇപ്പൊ ഞാൻ അത്രയും എക്സ്ട്രീം ലെവലിൽ ഹാപ്പിയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മളിപ്പോഴേ ചെറിയ കാര്യങ്ങൾക്ക് വരെ പരാതി പറയും, എല്ലാം ദൈവം തന്നിട്ടും പരാതി പറയും. ബട്ട് ഷീ ഈസ് ഹാപ്പി. ഇപ്പൊ എന്താണുള്ളത് അതിൽ അടിപൊളി. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ ചേട്ടൻ, ഞാൻ ഒരു ഷോക്കാട്ടിനകത്ത് പടം പാകാൻ ആഗ്രഹിച്ച ആളാണ്. അങ്ങനെ ആഗ്രഹിച്ചു. നമുക്ക് ചിന്തിച്ചതിന്റെ അപ്പുറത്ത് എത്തി. വേറൊരു കാര്യം വേട്ടെ, ഈ നമ്മൾ ഈ സ്കൂളിൽ തല്ലുകൊള്ളാൻ വേണ്ടിയിട്ട് പോയി ഗ്ലോബ് കാണും. ഈ കാണായ സ്ഥലം ഇത് എന്താണെന്ന് പോലും അറിയാൻ പാടാത്ത കാലത്ത് ആ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോകാൻ പറ്റി ഒരു കലാകാരനായതുകൊണ്ട്. ചേട്ടൻ പറഞ്ഞതിൽ ഞാൻ 150% ഞാൻ സപ്പോർട്ട് ചെയ്യണു. പിന്നെ? സത്യമാണ് പറഞ്ഞത്. തങ്കു പറയൂ. തമാശകളിയല്ല ഉദ്ദേശിക്കുന്നത്, മനസ്സിൽ തട്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. തങ്കുവിനെ ഞാൻ ഗസ് ചെയ്യട്ടെ. ഞാൻ പറയാം. ഇതുവരെ നടക്കാത്ത കാര്യം കല്യാണം കഴിക്കാൻ മുട്ടി നിന്നിട്ടും കല്യാണം ആയിട്ടില്ല. അതൊന്നല്ല, അവനൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചല്ലോ, പക്ഷെ അവന്ന് പൊറോട്ട വരെ ഉണ്ടാക്കുന്നു. ചെറിയ കേസല്ലേ? തങ്കു ഞാനൊരു കലാകാരനാകാൻ ആഗ്രഹിച്ചു. എന്നിട്ട് എന്തിനാ ആവാത്തെ? ഞാനൊരു കലാകാരനായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, തോന്നണ്ടാ. എന്നിട്ട് ഇത്ര ഉള്ളളിയ ഇതിനാണ് അളിയാൻ 1/2 മണിക്കൂർ കളഞ്ഞത് കേട്ടാ. അല്ല, ഞാൻ പറഞ്ഞതിന്റെ മേളിൽ പറയാൻ നിനക്കില്ല. അതാണ് സിമ്പിളായിട്ട് പറയാ. ഞാനൊരു കലാകാരനാകാൻ ആഗ്രഹിച്ചു. എന്നിട്ട് നീ എന്താ? ഞാനൊരു കലാകാരനായി. ആയോ? അതിന് അളിയൻ 1/2 മണിക്കൂർ കളഞ്ഞ് ഇത്രയും ക്യാമറ. എന്റെ പാട്ടിന് ഞാൻ തന്നെ ആക്ഷൻ ചെയ്ത്. പിന്നെ ഇതിന്റെ അടുത്ത് എനിക്ക് ഒരു ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു. എന്റെ കോംബോ വർക്കൗട്ട് ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് നടന്നുകൊണ്ടിരിക്കുന്നു. ശ്രീവിദ്യ ചേച്ചി, എനിക്ക് ജീവിതത്തിൽ എപ്പോഴും ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങളൊക്കെ വീട്ടിൽ പോയി വരൂലേ, എനിക്ക് മാത്രം 8-9 മണിക്കൂർ ട്രാവൽ ചെയ്യണം. കാസർഗോഡ് എപ്പോഴെങ്കിലും എറണാകുളത്തിന് അടുത്താവണമെന്ന് ഭയങ്കര ആഗ്രഹം. ഇത് നടക്കാത്തൊരാഗ്രഹം ഇതല്ലേ ഇപ്പൊ പറഞ്ഞത്? എറണാകുളത്ത് പോയിട്ട് അവർക്ക് കാസർഗോഡ് പെട്ടെന്ന് വരണം. അതെ അതെ അതെ. അടുത്ത ബഡ്ജറ്റിൽ ഞാനത് അവതരിപ്പിക്കും. താങ്ക് യു സർ. എന്നിട്ട് നമുക്ക് കാസർഗോഡ് ജില്ലയ്ക്ക് എറണാകുളവും എറണാകുളം ജില്ലയ്ക്ക് കാസർഗോഡ് അപ്പൊ നമുക്ക് പെട്ടെന്ന് എറണാകുളത്ത് ചെല്ലാൻ പറ്റും. അപ്പൊ ഞങ്ങൾക്ക് കാസർഗോഡ് ആവൂല്ലേ? നീ കാസർഗോഡാകും. നടന്നൊരാഗ്രഹം. ഞാനൊരു പൂ മാത്രം ആഗ്രഹിച്ചു, ഒരു പൂക്കാലം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റണം എന്നുള്ളത് വലിയ ആഗ്രഹമാണ്. എല്ലാ സിനിമയുടെ ലൊക്കേഷനിൽ പോയി ഏതെങ്കിലും ഭാഗത്ത് നിന്നാ പോരെ? പണ്ട് ഞാൻ ഒരു ഫ്ലവറിന് വേണ്ടി കൊതിച്ചു, പക്ഷെ ഇപ്പോ എനിക്ക് ഫ്ലവേഴ്സിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, ശരി. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ബാക്കിയുള്ളവരുടെയും നടന്ന ആഗ്രഹവും നടക്കാത്ത ആഗ്രഹവും ഒക്കെ ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് അപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി ഒരു വലിയ കൈഡിയോടുകൂടി ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് വെൽക്കം ചെയ്യാം ശാന്തി കൃഷ്ണ മാം. താങ്ക് യു സോ മച്ച്. നല്ലൊരു പാട്ടായിരുന്നു. എന്റെ പിള്ളേരുടെ ഡാൻസ് കണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഡാൻസ് പഠിച്ചിട്ടുള്ള ഒരു ട്രെയിൻ ഡാൻസർ അല്ലേ? ഈ ഡാൻസ് ഒക്കെ ഞാൻ ഇത് ഓക്കെ. ക്ലാസിക്കൽ നമ്മൾ ഇങ്ങനെ എടുത്തുക്കുമ്പോ ഇനി എന്നാണ് വീണ്ടും ആ ചെലങ്ക കെട്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണ്. ഇപ്പൊ ലക്ഷ്മി പറയുമ്പോ എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ അത് വീണ്ടും സ്റ്റേജിലോട്ട് കയറണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. ഞങ്ങൾ പ്രേക്ഷകർക്ക് അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ഐ ആം ട്രൈയിങ് ടു. അത് കുറെ ഐ ഹാഡ് ലോട്ട് ഓഫ് ഇഷ്യൂസ് ഇൻ ബിറ്റ്വീൻ. അതുകൊണ്ട് വീണ്ടും അത് പ്രാക്ടീസ് ചെയ്തിട്ട് വീണ്ടും ഒരു കാലിന് ഒരു പ്രോബ്ലം വന്നു ഒരു ഷൂട്ടിന്റെ സമയത്ത്. അതിനുശേഷം ഐ വാസ് ആസ്ക്ഡ് നോട്ട് ടു ഡാൻസ് ബൈ ദ ഡോക്ടർ. പക്ഷെ എനിക്ക് പക്ഷേ സ്റ്റേജിൽ എസ്പെഷ്യലി നമ്മൾ നിൽക്കുമ്പോൾ, നമ്മൾ എന്ത് ഒക്കേഷനാണെങ്കിലും നമ്മൾ നിൽക്കുമ്പോൾ ഇങ്ങനെ ഡാൻസ് ഒക്കെ കാണുമ്പോഴും നമ്മൾ ഓട്ടോമാറ്റിക്കലി യു വിൽ ഫീൽ ലൈക്ക് പെർഫോമിങ്. ഐ എം ജസ്റ്റ് ഹോപ്പിംഗ് ആൻഡ് പ്രേയിങ് അത് വേഗം ആ ഒരു ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി വരട്ടെ എന്ന്. Let's hope to, and we
ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. എത്രയും പെട്ടെന്ന് ആ ചിലങ്ക ഈ കാലുകളിൽ അണിഞ്ഞിട്ട് ആ ഒരു ഡാൻസ് നമുക്ക് കാണാൻ സാധിക്കട്ടെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ എല്ലാവരും നേരത്തെ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം, നമ്മുടെ എല്ലാവരുടെ ലൈഫിലെയും നടന്ന കാര്യവും നടക്കാത്ത കാര്യവും. സോ അങ്ങനെ നോക്കുമ്പോൾ ലൈക്ക് നടന്നതിൽ ഏറ്റവും അധികം സന്തോഷമുള്ളൊരു കാര്യം, അതുപോലെ തന്നെ ഇതുവരെ നടക്കാത്ത ആൻഡ് ട്രൈയിങ് ഹാർഡ് ആ കാര്യം എന്താ? സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഇതേവരെ എനിക്ക് സംഭവിച്ചത് ഒന്നും പ്ലാൻ ചെയ്തതുമല്ല. അത് ഞാൻ ഒന്നും ഇങ്ങനെ ആലോചിച്ച് എൻ്റെ ഒരു അംബിഷൻ ആണെന്നോ ഗോൾ ആണെന്നോ ഒന്നും ചിന്തിച്ചിട്ടുമല്ല. അതൊരു ദൈവാധീനം കൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെ ഒരു സ്നേഹം കൊണ്ടും മാത്രമാണ് എനിക്ക് തോന്നുന്നത് വീണ്ടും ഞാനൊരു ആർട്ടിസ്റ്റ് ആയതും. ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓഫ്കോഴ്സ് ഞാൻ സിനിമയ്ക്ക് വരുന്നതിന് മുമ്പ് 6 വയസ്സ് മുതൽ ഡാൻസ് പഠിച്ചതാണ്, ഭരതനാട്യമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഒരു പ്രോഗ്രാം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചാൽ കുറേ കൂടെ പോപ്പുലറായ ആൾക്കാർക്കോ അല്ലെങ്കിൽ സ്പോൺസറൊക്കെ ആയിരിക്കണം, കുറെ കാശൊക്കെ കൂടുതലുള്ളവരൊക്കെ ആയിരിക്കും. അപ്പൊ ആ സമയത്ത് എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്, കാരണം നമുക്ക് ഡാൻസ് പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റാറില്ലായിരുന്നു. അന്ന് എൻ്റെ മൈൻഡിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മളും ഇതുപോലെ എന്തെങ്കിലും വിധത്തിൽ പോപ്പുലർ ആണെങ്കിൽ മേ ബി നമുക്ക് കിട്ടുമെന്ന്. അവിടെയും ഐ തിങ്ക് ഇറ്റ്സ് ഗോഡ്സ് ബ്ലെസ്സിങ്സ്. കാരണം ആ സമയത്ത് എനിക്ക് നിദ്ര എന്ന് പറഞ്ഞ പടം വന്നു, ആ പടത്തിൽ അഭിനയിച്ചു. അതിനുശേഷം ചെറപറ തറപറ എന്ന് പറഞ്ഞ ഡാൻസ് പ്രോഗ്രാംസും ഉണ്ടായിരുന്നു. എനിക്ക് ഒരു തോന്നിയിരുന്നു. ബട്ട് ഷീ ഈസ് സോ ഹാപ്പി ഈവൻ റൈറ്റ് നൗ ആൻഡ് നമ്മള് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ശരിക്കും ശാന്തി കൃഷ്ണ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഒരു സിനിമ സെറ്റിലെത്തും എന്തൊക്കെയാണ് ഒരു സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പോളിസീസ്? LIC അതെന്തായാലും കാണുമല്ലോ, അതെനിക്കുണ്ട്. കേക്കട്ടെ. ഇൻഡസ്ട്രി എൻ്റർ ചെയ്തപ്പോൾ അത് എന്താണെന്ന് പോലും നോ ഐഡിയ. കറക്റ്റ്. അപ്പോൾ ചേട്ടൻ ഓൾറെഡി ആ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നത് കൊണ്ടും മേ ബി മലയാളം ഓഡിയൻസ് വാസ് സോ ഗുഡ്. അവർക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടത് ഒരു കാരണം കൊണ്ടായിരിക്കാം ഇത്രയും പടങ്ങൾ എന്നെ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയതും വിത്ത് ഓൾ ദീസ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ലൈഫിൽ നടന്ന കാര്യം നടക്കാത്ത കാര്യമാണ്. ലൈക്ക് നമ്മുടെ ഒരു കാര്യം ഞാൻ പറയാം. ഞാനൊരു ജനിച്ച 6 മാസം കഴിഞ്ഞാണ് ഞാൻ നടക്കാൻ തുടങ്ങിയത്. അതിനുമ്പ് നടക്കത്തില്ലായിരുന്നു. അതാണ് ശരിക്കും നടന്ന ഒരു ഭയങ്കര വലിയൊരു കാര്യം. അതൊരു ആഗ്രഹമല്ലല്ലോ. ഇപ്പൊ ഞാൻ റിസർച്ച് ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. താങ്കൾ കുഞ്ഞാർന്നപ്പോ ചെറുതായിരുന്നോ? ഒന്ന് പോടാവേ ഒന്ന്. മനുഷ്യന്റെ ഫ്ലോ കളഞ്ഞ ആ മീറ്ററും തെറ്റിച്ച് എന്നെ അവിടെ മ്യൂസിക് ഇടും ഞാൻ പറയുമ്പോ. അതുകൂടെ കേൾപ്പിച്ചിട്ടേ നീ അടങ്ങും. പണ്ടൊക്കെ കൂവലായിരുന്നു പേടി, മ്യൂസിക്കാ. കണ്ടോ നിനക്ക് സമാധാനമായല്ലോ. ഈ കോൾഗേറ്റ് ഇല്ലേ, കോൾഗേറ്റ്, അതിന്റെ ഗേറ്റ് ഞാൻ തുറക്കും. ഞാൻ തുറക്കും, നടക്കാത്ത കാര്യം നടത്തിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ അരിമുറുക്ക് ശബ്ദമില്ലാതെ തിന്നു കൊടുക്കപ്പെടും. ഇതുപോലെ നടക്കാത്ത കാര്യങ്ങളൊന്നും നടത്തി പറയോ? ഞാൻ സൂര്യന്റെ ചൂട് കുറച്ചു കൊടുക്കും. സൂര്യന്റെ ചൂട് കുറച്ചു കൊടുക്കും. ചേച്ചി ഒച്ചയില്ലാതെ കടുക് പൊട്ടിച്ചു കൊടുക്കും. ഓ വെരി ഗുഡ്. ഞാൻ തങ്കച്ചനിലെ തങ്കത്തിനെ വേർതിരിച്ചു കൊടുക്കും. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഓംലെറ്റിലെ ലൈറ്റ് മാറ്റിയിട്ട് ലൈറ്റ് കത്തിച്ചു കൊടുക്കും. ഞാൻ ലക്ഷ്മി നക്ഷത്രയിലെ നക്ഷത്രം ഞാൻ തരംതിരിച്ച് മാറ്റി വയ്ക്കും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഈ മിന്നാമിനിങ്ങില്ലേ, അതിന് ഞാൻ ജനറേറ്റർ വെച്ച് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ കുട്ടിക്കുറയുടെ കുട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ അജ്ന മുട്ടയുടെ മുട്ട പുഴുങ്ങിയ വെള്ളം ഞാൻ തിന്നും കുന്നി വീനും കൊടുക്കും. കൊളസ്ട്രോൾ കണ്ണട എന്ന അടയെടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കും. ഇടിയപ്പത്തിന്റെ കുരുക്കഴിച്ച കൊടുക്കും. നിനക്ക് ബോധവും വെച്ചോടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ അണ്ണാനെ മരങ്കേറ്റം പഠിപ്പിക്കും. അടിപൊളി. അങ്ങനെയാണെങ്കിൽ ഞാൻ മീൻ കുഞ്ഞുങ്ങൾക്ക് നീന്തൽ പഠിപ്പിച്ചു കൊടുക്കപ്പെടും. കാക്കയെ പറക്കാൻ പഠിപ്പിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ചെയർമാനിലെ മാനിനെ ഞാൻ വീട്ടിൽ വളർത്തും. ചേച്ചി അങ്ങനെയാണെങ്കിൽ ഞാൻ സുമേഷിൽ നിന്ന് സുമയെ വേർതിരിച്ചു കൊടുക്കപ്പെടും. ആറാം തമ്പുരാന്റെ 6 വറ്റിച്ചു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ കാക്കനാട് പോയിട്ട് കാക്കയെ മാറ്റിട്ട് ആ ആടിനെ എടുത്ത് അത് കറി വെക്കും. എങ്ങനെ സാധിക്കണം? അങ്ങനെയാണെങ്കിൽ ഐസ് കട്ട മേടിച്ചിട്ട് ഐസ് എടുത്ത് മീനും കൊടുക്കും, കട്ടയെടുത്ത് വീടും കിട്ടും. അങ്ങനെയാണെങ്കിൽ തങ്കച്ചൻ വിതിരയിലെ ആ തിര ഞാൻ എണ്ണിക്കൊടുക്കും. ശബ്ദമില്ലാതെ പൊട്ടിച്ചിരിച്ചേക്കും. അങ്ങനെയാണെങ്കിൽ ശബ്ദമില്ലാതെ 100 ഞാൻ ബുള്ളറ്റ് ഓടിച്ച് കാണിച്ചു കൊടുക്കപ്പെടും. അത് ഓഫ് ചെയ്താ പോരെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു പാട്ട് പാടും. ശബ്ദമില്ലാതെ അയാൾ കൊള്ളാം. അങ്ങനെ വല്ലതും നടന്നാൽ ഇവന്റെ മണ്ട അടിച്ച് പൊട്ടിക്കും ഞാൻ. ശരി, പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പം നടക്കാത്ത കാര്യങ്ങൾ നടത്തിക്കുന്ന രീതിയിലാണല്ലോ ഇവര് സംസാരിച്ചത്. പക്ഷേ ഒരാഗ്രഹമുണ്ട്, അത് നടത്തി തരണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഒരു പ്ലേ ബാക്ക് സിംഗറും കൂടെയാണ് കേട്ടോ നിൽക്കുന്നത്. സിനിമയിൽ പാടിയിട്ടില്ലേ? എനിക്ക് വേണ്ടി മാത്രം ഞാൻ ഒരു 2 വരി പാടി മതിയല്ലോ. അപ്പോ സെൽഫ് സെൽഫ് ലവ് എനിക്ക് വേണ്ടി പാടിക്കോട്ടെ. പക്ഷെ കൂടെ ഞങ്ങൾക്കും അതുപോലെ തന്നെ പ്രേക്ഷകർക്കും കൂടെ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് നടത്തണം എന്ന ആഗ്രഹമുള്ളൊരു കാര്യം. 2 വരി പാട്ട് കുട്ടനാട് മാർപ്പാപ്പയിൽ പാടിയിട്ടുള്ള കേട്ടോ.
രണ്ടുപേരും നമുക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും പാടി വെച്ചു, ഇവിടെയൊക്കെ തോൽവി കുറെ ഉണ്ട്. പെട്ടെന്ന് വരുമ്പോ ഹിന്ദി പാട്ടൊക്കെ ആയിരിക്കും എനി ഭാഷ ഓർക്കസ്ട്ര ഉണ്ട്. സോങ് ഏതാന്ന് പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യും. ബിനീഷ് പാടിയിട്ട് അവരുടെ വായനയൊക്കെ മറന്നിരിക്കുകയാണ് അവര്. ഓക്കെ. കഭി കഭി മേരെ ദിൽ മേ ഖയാൽ ആതാ ഹൈ കഭി കഭി മേരെ ദിൽ മേ ഖയാൽ ആതാ ഹൈ कि जैसे तुझको बनाया गया है मेरे लिए कि जैसे तुझको बनाया गया है मेरे लिए तू अब से पहले सितारों में बस रही थी कहीं तुझे ज़मीं पे बुलाया गया है मेरे लिए कभी कभी मेरे दिल में ख्याल आता है. Thank you so much. Thanks a lot. കാരണം സാധാരണ രീതിയിൽ വേണമെങ്കിൽ പറയായിരുന്നു ലൈക്ക് എൻ്റെ ത്രോട്ട് ഓക്കെ അല്ല, അല്ലെങ്കിൽ പിന്നെ പാടാം ലക്ഷ്മി. പക്ഷെ പറഞ്ഞപ്പോഴേക്കും നമ്മളൊരു ആഗ്രഹമായിട്ടൊന്ന് പറഞ്ഞപ്പോഴേക്കും എന്താ പറയാ, ഇതൊക്കെ ബോൺ ആർട്ടിസ്റ്റ് അല്ലേ? താങ്ക്ഫുൾ, വെരി മച്ച് താങ്ക്ഫുൾ. താങ്ക് യു സോ മച്ച്. ഇത്ര നേരം അലമ്പ് കുട്ടികളുടെ ഒരു ക്ലാസ് ആയിരുന്നു ഇത്. പെട്ടെന്ന് വേറെ ലെവൽ ക്ലാസ് ആക്കി കളഞ്ഞു അല്ലേ? താങ്ക് യു സോ മച്ച്. ചേച്ചി ഇപ്പൊ ചേച്ചിക്ക് പറയാനൊരു കാര്യമുണ്ട്, ബിനീഷിനെ പാട്ട് പഠിപ്പിച്ചു കൊടുക്കപ്പെടും. എന്തായാലും ഇന്നത്തെ ഈ ഒരു ക്ലാസ് എപ്പിസോഡിലേക്ക് അല്ലെങ്കിൽ ഒരു മാജിക്കൽ എപ്പിസോഡിലേക്ക് നിങ്ങളെ നമ്മൾ വെൽക്കം ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. സോ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വൺസ് അഗൈൻ വെൽക്കം ഓൾ ഓഫ് യു വിത്ത് സ്റ്റാർ മാജിക്. വി വെൽക്കം യു. Thank you so much. Jim boom ba. Jim boom ba. മെട്രോയിൽ പോണ ഭൂതത്തെ ആദ്യമായിട്ട് കാണുക. സാധാരണ ഈ പ്രായമാകുമ്പോഴത്തേക്ക് മൂക്കിലെ പല്ല് വളക്കണത് തലേല വെച്ച ഭൂതത്തിന് വരെ അരോചകമായി തുടങ്ങി. ടീച്ചറെ ഇതേതാ ഈ അപ്പൂപ്പൻ? അല്ല, ഞാനും അതാ നോക്കണേ. ഇത് എന്റെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ ഈ ഗെയിമിന്റെ മേൽനോട്ടം എല്ലാം ഞാനാണ്. ഭൂതം കയ്യോടെ ഗെയിമിനെ പേരിട്ടിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇറങ്ങി. അല്ല, അത് നിങ്ങൾ തന്നെ ചെയ്തോ. ലക്ഷ്മി അങ്ങോട്ട് ഒന്ന് ചെന്ന് അവിടെ നിന്ന് സംസാരിക്കണം. അപ്പൊ എന്നാ വെച്ചാൽ ഞങ്ങൾക്ക് യക്ഷിയും ഭൂത്തെ ഒരുമിച്ച് കാണാം. രാത്രി 12 മണി.
സ്വപ്നം കാണാറുണ്ടെന്നല്ലേ പറഞ്ഞേ? ശരിയാക്കി തരാം. ഓക്കെ. ലക്ഷ്മി ലക്ഷ്മി അയ്യോ കൈവിട്ട് പോന്നു. അയ്യോ ആള് വന്നു. ഹലോ, ആ ഞങ്ങളുടെ ഭൂതലോകത്ത് നിന്ന് ഞാനൊരാളെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. കണ്ടായിരുന്നോ? ആ കണ്ടു, ആ തോൽവിയെ കണ്ടു. അദ്ദേഹത്തെ പരിചയപ്പെട്ടോ? കിട്ടുണ്ണി ചേട്ടന്റെ അച്ഛനാണാ? ഇത് ഞങ്ങളുടെ ഭൂതലോകത്തെ മറ്റൊരു ഭൂതമാണ്. അദ്ദേഹത്തിന്റെ പേരാണ് പൊക്കിൾ ഭൂതം. ആ ഭൂതത്തിന് ഇറക്കാൻ പറ്റൂല. അത് ആ ഭൂതത്തിന് വാദം. ഫ്രഷ്. കിട്ടു ബ്രോ. ഓ, ഇവിടെ എന്തിനെന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട ബ്രോ? മൊത്തം ചളിയാണ് ബ്രോ. നീയൊക്കെ അനുഭവിക്കണം. ഇതിന്റെ ഇടയിൽ വന്നിരുന്ന് ഇതെല്ലാം അനുഭവിക്കണം. ഈ ഭൂതത്തിന് വേറൊരു പേരുണ്ടാ? ഇത് ഡാൻസർ തമ്പി എന്ന് വല്ല പേരുമില്ലോട്ടോ? ഇല്ല 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 ഇല്ല, ഇദ്ദേഹത്തിന്റെ പേരാണ് പൊക്കിൾ ഭൂതം. ഇങ്ങനെ പേരിടാനുള്ള കാരണം ഇങ്ങനെ പൊക്കിൾ വെച്ചിട്ട് ഓഡിഷൻ നടത്തിയതാണോ? അതെ 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 അതെ, അങ്ങനെയാണ് ആ പേര്. ഞങ്ങൾക്കൊന്ന് കണ്ടാ കൊള്ളാന്നുണ്ടോ പൊക്കിളിന്? ഇല്ല ഇല്ല, അമാവാസി ചെന്ന് ചെന്ന് മാത്രമേ അത് കാണിക്കൂ. അയ്യടി, അത് ഒരു മിന്നായം പോലെ. ഇത് ഭൂതലോകത്ത് നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ്. അവനെ പൊന്നുപോലെ നോക്കിക്കൊള്ളണം. എന്റെ ഒഫീഷ്യൽ നെയിം ഭൂതംകുളം ദാസ് എന്നാണ്. ഒഫീഷ്യൽ നെയിം ഭൂതക്കുളം ദാസ്, ഭൂതക്കുളം PO, ഭൂതത്താൻകെട്ട്. അതാണ് അദ്ദേഹത്തിന്റെ അഡ്രസ്. ഹായ് കിട്ടുണ്ണി ചേട്ടാ. ആ, ഇതാരാണ്? ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഈ ഫ്ലോറിൽ എത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്നാ വരുന്നേ. തിരുവനന്തപുരത്ത് നിന്നാണോ? അതെ. ആ, പേരെന്താണ്? ശരണ്യ. ആ, എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യുന്നില്ല. ആ, അപ്പം കൂട്ടത്തിൽ ഒരു കിഴങ്ങും കൂടെ കസിൻ ബ്രോസ് തമ്മിലുള്ള ഒരു കെമിസ്ട്രി ആയതുകൊണ്ട് ഈ ബ്രോന്റെ ഭൂതം ബ്രോന്റെ ഈ ഒരു ഗെയിമും പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് പോയാ മതി. ആ, പിന്നെ എനിക്ക് അതിനല്ലേ വേല. താല്പര്യമില്ല? ചേട്ടാ രാത്രിയായി, ചേട്ടൻ മോഷണം വല്ലോണ്ട് പോയിട്ട് വാ. സുമേഷ്, യാ. നീ ഇല്ലായിരുന്നെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് ചെയ്തേനെ? എന്റെ ഭൂതലോകത്തൊന്നും വന്ന പൊക്കിൾ ഭൂതം അവിടെ ഇരുന്ന് ബോറടിക്കുന്നു. അദ്ദേഹത്തെ എന്റർടൈൻ ചെയ്യൂ. ആ തലയെ ചുമന്ന് വെച്ചിരിക്കുന്ന കപ്പ എടുത്ത് തിന്നാൻ പറ. അത് മൂക്കാത്ത കപ്പ. അല്ല, കുറച്ച് ഉറുമ്പോടി ഇട്ട് കൊടുത്താൽ മതി. പുള്ളിയുടെ പൊക്കിളിൽ ഉറുമ്പ് കയറി. തന്നല്ലേ? ഇമാർക്ക് പുക്കിളെ വിട്ടൊരു കളിയില്ല. അതെ പുക്കിളിലാണ് അവരുടെ ലക്ഷ്യം. അതെ 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 അതെ. എന്ന് പറഞ്ഞാൽ ഏത് ഷർട്ട് ഇട്ടാലും തുറന്ന് അതിന്റെ അകത്തൊരു ഒളി ക്യാമറ ഇരിക്കും പോലെ കാണിച്ചു തരും. എന്തിനിടെ അവിടെ നോക്കണത്? വേറെ എന്തെല്ലാം സ്ഥലം കിടക്കണ്. ഇല്ല, നമ്മളെ അങ്ങനെ നമ്മുടെ അനുവാദമില്ലാതെ ഷൂട്ട് ചെയ്യണം, മോശമല്ലേ ചേട്ടാ? അതെ. അപ്പോ ഇനി നമ്മൾ പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് സ്റ്റാർ മാജിക്കില്. മൂവിങ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് സോപ്പ് പത്തിയോ. ഞാൻ പോണേ. ഞാൻ പോട്ടെ. എന്നിട്ടാ പേര് പറഞ്ഞ ആ മനുഷ്യനെ വെറുപ്പിച്ച്. എന്തോ പേരാ ഇതൊക്കെ അല്ലേ? തല ഇറങ്ങുന്ന പേര് കേട്ടിട്ടുണ്ട്. എന്ത് പേരിടും? ഞാനാണെങ്കിലാ ആ. ഈ ഗെയിമിലാ ഞാനാണെങ്കിൽ ഒരു പേര് വിടൂല. ആ, ഒന്നും കിട്ടാത്തോണ്ടല്ലേ? ഗെയിം പോകുമ്പോ കിട്ടാ മതി. അതെ. അപ്പം ഞാൻ നിന്ന് പുഴുക്കുന്നില്ല. അത്യാവശ്യം പുഴുത്ത്, എന്നാലും ഞാൻ പോവേണ്. അതെ അതെ. ആ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ടാറ്റ. സോപ്പ് പൊടിയോ എന്നുള്ള ഗെയിമിലേക്കാണ് നമ്മൾ പോകാൻ പോണത്. അതായത് ഒരു ടീമിൽ നിന്ന് 2 പേര്, ഓപ്പോസിറ്റ് ടീമിൽ നിന്ന് 2 പേരായിരിക്കും വരണ്ടായിരിക്കും. ഈ ഗ്ലാസ് നമ്മൾ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് എന്നുള്ള പൊസിഷനിൽ നമ്മൾ 4 ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടീമിൽ ഒരു മെമ്പർ ബോൾ ഇങ്ങനെ 1 2 3 4 എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുക. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഹൂപ്പ് ഉണ്ടല്ലോ, ഹൂല ഹൂപ്പ്, ബോളിൽ ടച്ച് ചെയ്യാതെ ഓപ്പോസിറ്റ് പേഴ്സൺ ജസ്റ്റ് ഇങ്ങനെ അത് കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ഈ 3 ഹൂപ്പും ഏറ്റവും ആദ്യം കറക്റ്റ് പിച്ച് ചെയ്യുന്ന ടീമായിരിക്കും ഈ ഒരു ഗെയിം ഫസ്റ്റ് ജയിക്കുക. ആൻഡ് ഇവിടെ ആകാശത്തേക്ക് നോക്കി തോറ്റ് തുന്നം പാടിയിരിക്കുന്ന 2 പേര്, അവിടെയാണ് അവരുടെ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, പണിഷ്മെന്റ് ടാസ്ക്. അതായത് ഇവിടെ ഒരു മെട്രോ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്, ഒരു ഭൂതവും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പറയാം. ഇടയ്ക്കിടയ്ക്ക് ഇത് പറയണം, അല്ലെങ്കിൽ ഭൂതത്തിന്റെ ക്യാരക്ടർ വിട്ടുപോകും.
ഈ ഗെയിം എങ്ങനെയാന്ന് പറഞ്ഞാൽ തോറ്റ ടീമിലെ ഒരാൾ ലൈക്ക് ഇവിടെ നിൽക്കുകയാണ്. ഓക്കെ, ആൻഡ് നമ്മൾ ഈ ലോക്കോ പൈലറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ആൻഡ് മെട്രോയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ടീം മെമ്പറിനെ നമ്മൾ ഉന്തി തള്ളി വിടും. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഈ ഒരു റെയിൽ നമ്മൾ ഉന്തി വിടുന്ന സമയത്ത് ഇവിടെ 1 പിന്നെ കാലിരിക്കണാരനെ കാണുന്നുണ്ടാവില്ല, 2, 3, 4. അപ്പോ ഈ 4 പോയിന്റില് ഏത് ഫിനിഷിംഗ് അത് ലാസ്റ്റ് പറയാം. ഇന്ന് എപ്പിസോഡ് കഴിയുന്നേരം ജീമ്പുമ്പേൽ മാത്രം പിടിക്കാനുള്ള പരിപാടിയാണ്. എവിടെയാണോ ഈ ഒരു പോയിന്റിൽ വന്ന് നിൽക്കുന്നത് ആ പോയിന്റിൽ എന്ത് ടാസ്ക് പറയുന്നത് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഉമേഷ് എന്നല്ലേ പേര്? അതെ. തിലകന്റെ മിനിയേച്ചർ ആരാ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്? തിലകൻ സാറിന്റെ. ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആ സത്യം റിവീൽ ചെയ്യാൻ പോവാണ് ഗൈസ്. എന്തൊക്കെയാണ് നിങ്ങളുടെ ഷർട്ടിന്റെ മോളിൽ കൂടെ വീഴാൻ പോണേന്നാണ് ഞാൻ പറയാൻ പോണേ. സോപ്പ് പതയുണ്ട്, മഞ്ഞൾ വെള്ളമുണ്ട്, കാടി വെള്ളമുണ്ട്. വാവ്, വെരി നൈസ്. ഷേവിംഗ് ഫോം ആണ്, അതാണ് ഞാൻ ഈ സോപ്പ് എന്ന് പറഞ്ഞത്. പിന്നെ മൈദ പൊടിയുണ്ട്. സോ ആർ യു റെഡി ടു റോക്ക്? യെസ്. ഓക്കെ, സോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ഭൂതത്തിന് ഭയങ്കര ടൈമിങ്. അത് വെക്കലല്ല ഗെയിം. ബിരുവളിയാ, ഞാൻ ഒരു ഐഡിയ പറയട്ടെ. എപ്പോ വീണാലും ജീം പൂമ്പാന്ന് പറഞ്ഞിട്ട് വെച്ചു. ഞാൻ പറഞ്ഞില്ലേ ജീം പൂമ്പ പറയാം. എടാ സുമേഷേ, നീ അത് തിരിച്ചു പറഞ്ഞു. അത് പറഞ്ഞ ഞങ്ങള് പോകും. കയ്യില് ഹോൾഡ് ചെയ്യരുത്. എടാ നിങ്ങളോട് ഞാൻ എന്താടാ പറഞ്ഞത്? ജീം പൂമ്പ പറയാൻ പറഞ്ഞായിരുന്നോ? നീ എന്തായാലും അവിടെ ചുമ്മാ ഇരിക്കല്ലേ, എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഉരുട്ടിക്കൊണ്ട് പോകുന്നു. ഞാനിതെല്ലാം ഒന്ന് വീക്ഷിക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും. സുനിൽ ചുമരെ ആ ട്രാക്ക് ആൻഡ് ട്രോളിയുടെ ക്യാമറ ഞാൻ ഇവിടെ ഒന്ന് കൈകാര്യം ചെയ്തോളാം. Oh, Jasmine, come on, come on. ഞാനല്ല, ഞാൻ നിരപരാധിയാ. ടീം ബൂംബ ഫൗളാണ്. നല്ല ടീം. എങ്ങനെ ഫൗൾ എങ്ങനെയെന്ന് പറ. In between hold ചെയ്തിരുന്നു. വേണമെങ്കിൽ അവിടെ പോയി റീക്യാപ്പ് കണ്ടിട്ട് വരാം. ജസീല, ഭൂതങ്ങളുടെ വയറൊന്ന് കുറയ്ക്കാൻ എന്താ വഴി? ജിമ്മിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? അവിടെ പോയിരിക്കും മനുഷ്യ. ഓ, തങ്കച്ച ട്രാക്ക് ആൻഡ് ട്രോൾ ഇതെല്ലാം വേണം. തങ്കച്ച ട്രാക്ക് ആൻഡ് ട്രോൾ എനിക്കൊന്ന് സൂക്ഷിക്കണം. ഓ, പന്ത് മറ്റ് കഴിഞ്ഞ് ഇനിയിപ്പം മറിച്ചിടും. വെരി ഗുഡ്, വെരി. എടാ, ഇവൻ നമ്മുടെ ടീമാണോ അതോ അവരുടെ ടീമാണോ? സുമനക്ക് കുളിപ്പിക്കണം. എന്തായാലും ടീം സുമ കുളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ടീമിന്റെ ആ വാക്ക് മാനിച്ചുകൊണ്ട് ജസീല കുളിച്ചിട്ട് വരൂ. സാറേ നിങ്ങളൊന്ന് കുളിക്കാവോ സാറേ പ്ലീസ്? ആ മുടി ഒന്ന് നനയ്ക്കാവോ? ജസീല ഡൈവ്, അതിന്റെ മുകളിൽ കയറാൻ, ദെൻ നീന്താൻ. ഓപ്പോസിറ്റ് ടീമാണ് വന്ന് തള്ളേണ്ടത്. നിന്റെ കാശ് കൊടുക്കുക കാണാനല്ല ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. തുണിയൊക്കെ പിടിച്ചിട്ട് 5 പൈസ ഇല്ല. ഓക്കെ, റെഡി, 1, 2, 3, ഗോ. ഇനി ഇവിടുന്ന് പതുക്കെ ഇറങ്ങിയ ആ നട്ടത്തിനകത്ത് നിൽക്കുക. It's 2 means ജസീലക്ക് വായിക്കാൻ അറിയോ? അത് വായിച്ചിട്ട് എന്താ തോന്നുന്നത്? കാടിവെള്ളം. ഓക്കെ, കാടിവെള്ളം അല്ലേ? ഇനി ജസീലയുടെ തലയിലേക്ക് ഒഴിച്ചോളൂ. ജിം ഭൂംഭ. ഞാൻ ഒരു ആടാറ്റി വരട്ടെ, ആ പിണ്ണാക്കെ കഴിക്കാൻ ഒരു ആടാറ്റി വരട്ടെ.
ഓക്കെ, അടുത്ത രണ്ടുപേര് വെച്ച് വന്നോളൂ. ഗെയിമിന്റെ രീതികൾ കണ്ട് മനസ്സിലായ സ്ഥിതിക്ക് മര്യാദക്ക് കളിച്ചാൽ നനയാതെ വീട്ടിൽ പോവാം. റെഡി? സോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അങ്ങനെ ഇരുന്ന പറ്റില്ല, അങ്ങനെ ഇരുന്ന പറ്റില്ല, പറ്റില്ല. എടുത്തോ. മാൻവി അങ്ങനെ ഇരുന്ന പറ്റില്ല, അങ്ങനെ ഇരുന്നാ പറ്റില്ല. മാൻവി എടുന്നേ, ഇങ്ങോട്ടിരുന്നേ, ഇങ്ങോട്ടിരുന്നേ. പയ്യേടും മാൻവി. തന്നെ പറയുക. ഈ പ്രവൃത്തിയെ ഭൂതലോകത്ത് പാഴ്വേല അല്ലെങ്കിൽ മണ്ടമടി മഹോത്സവം എന്ന് പറയാം. എടുത്തോ. നമ്മളപ്പോ പണിഷ്മെന്റ് ടാസ്കിലേക്ക് പോവാണ്. ഗുഡ് ജോബ് ഭഗവാനെ. മാൻവി, ഒരു വലിയ കൈഡി. മൈദ ഞാൻ ബഹിഷ്കരിക്കുന്ന ആളാ. എന്നിട്ട് ഇന്ന് രാത്രി പൊറോട്ടയും ചില്ലി ചിക്കനാണ് കേട്ടോ കഴിച്ചത്. മൈദ അമേരിക്കൻ മാവല്ലേ? സത്യം പറഞ്ഞാൽ ഇവന് പറ്റിയതൊന്നും ഇതിനകത്തില്ല. ശരിക്കും താർ ഒരുക്കി ഒഴിക്കേണ്ടതാണ്. പിന്നെ 1, 2, 3 ഗോ. ഷേവിംഗ് ഫോം. അടിപൊളി. ടീമിനെ ഒന്ന് ക്ലീൻ ഷേവ് ചെയ്യിപ്പിക്കണം. ഐസ്ക്രീം നിന്നിട്ട് ഇവന്റെ തല വാള് വെച്ചത്. കുഞ്ഞുകുട്ടി നീന്തി നീരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എണീറ്റോളൂ. കുറച്ചു സമയം പ്രേക്ഷകരൊന്ന് ആശ്വസിക്കട്ടെ. റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഏതാനും ഫൈനലായാലോ, ഈ കോട്ട് ഞങ്ങൾ അപ്പുറം ഒന്ന് കളിച്ചോട്ടെ. ഓ യെസ്, ഷുവർ. രണ്ടുപേര് അവിടെ ഹാജർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ടീമും ഒന്ന് ജസീലയും. ഇനി ആ ടീമിലേക്ക് ആര് ജോയിൻ ചെയ്യും നോക്കാം. സോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. വെരി ഗുഡ്. രണ്ട് ടീമിനെ സമ്മതത്തോടുകൂടിയാണ് അങ്ങോട്ടും കൂടെ കോട്ട ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ റൗണ്ട് കഴിയുമ്പോൾ ജയിച്ചിട്ടുള്ളത് സുമ ആൻഡ് സുസ്മിത. സൂസു അതിലുണ്ട് ഒരു ഐശ്വര്യം അല്ലേ? ഓക്കെ, എന്നാ ചാടിക്കോളൂ. ഭൂതം ബക്കറ്റും പിടിച്ച് കംഫർട്ട് സ്റ്റേഷനിൽ പോണ പോലെ ഉണ്ട്. ഇതെന്താ നൂഡിൽസോ? ഓക്കെ, എന്നാ വി ആർ സോ മച്ച് പ്രൗഡ്. വരൂ. ഓക്കെ, സോ അടുത്ത റൗണ്ടിലേക്ക് രണ്ട് ടീം ഇവിടെ സെറ്റ് ആണ്. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. വന്നിരിക്കൂ. സുസ്മിത. നോ പ്രോബ്ലം. നമ്മളെ ഒരു കുഴപ്പമില്ല. ഈ കാണിക്കുന്ന ഈ ദ്രോഹത്തിന് നിങ്ങളോട് പകരം ചോദിച്ചില്ലെങ്കിൽ അല്ല, ഇത്രയും ഇഷ്ടണ്ടെന്നൊക്കെ പറഞ്ഞതല്ലേ. എന്തൊക്കെയായിരുന്നു? അപ്പൊ അതെ നോക്കാലോ നമുക്ക് എത്രത്തോളം സ്നേഹമുണ്ടെന്ന്. ഇതൊക്കെ ഇതിനപ്പുറം തേച്ചിട്ട് പോയ ആള്
തങ്കച്ചാ അങ്ങനെയല്ല പല സന്ദർഭങ്ങളിൽ ഒരു സ്പാർക്ക് വീണാൽ ചിലപ്പോ അത് വീണതായിരിക്കും, പറയാൻ പറ്റില്ല. പിന്നെ ഇത് പറഞ്ഞ് ഇവര് വേദന പാർക്കിലേക്ക് വന്നിരിക്കുമ്പോഴല്ലേ സ്പാർക്ക്. കള്ളലില് പെങ്ങളാണ്ടാ. ഓ, അതില് തങ്കച്ചന്റെ ചിരട്ടമുട്ട്. അപ്പൊ ഞാൻ ഇരിക്കണെങ്കിൽ നോക്കാം, ഒരു കൈ നോക്കാം. എന്തേലും ആയി തീരുമാനമായിട്ട് വിളിച്ചാൽ മതി. ഷേവിംഗ് ക്രീം, ഷേവിംഗ് ഫോം. സ്നേഹമുണ്ടപ്പോ അത് ഫോം ചെയ്യും. അങ്ങനെ ഞാൻ ആദ്യമായിട്ട്, സാധാരണ എനിക്കാണ് തേപ്പ് കിട്ടുന്നത്, പക്ഷെ ഞാൻ ഒരാളെ തേച്ചിരിക്കുകയാണ്. മഞ്ഞൾ വെള്ളം കൂടി വെച്ചാൽ കുളിക്കാറുണ്ട്. അതിനവിടെ ആറാട്ടാണ് അവിടെ. മഞ്ഞൾ മഞ്ഞൾ വെള്ളം മഞ്ഞൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. മഞ്ഞൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കൊറേ നാളായി കുളിസിയും കണ്ടിട്ട്. ആദ്യമായിട്ട് സ്റ്റാർ മാജിക്കിൽ വന്നു, നല്ലൊരു ടാസ്ക് കിട്ടി. എന്ത് തോന്നുന്നു? ലാസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ പോവാണ്. ആൻഡ് ശ്രീവിദ്യ, അവിടെ നിന്നും ബാക്കി റിമൈനിങ് രണ്ടുപേരും ഇറങ്ങിക്കോളൂ. സോ കൗണ്ട് ഡൗൺ പ്ലീസ്. ആർക്കാണ് ലാസ്റ്റ് പണി കിട്ടാൻ പോണേ? 3, 2, 1. ഇനിയിപ്പോ ഗെയിം കഴിയട്ടെ. ഊതക്കോട്ട അടച്ചാലും വേണ്ടിയില്ല, ഞാൻ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി കിടന്നോളാം. ഇത് നിങ്ങൾ എപ്പോഴും ഈ അടുക്കുന്നതേ ഞാൻ കാണുന്നുള്ളല്ലോ. ഇതെന്താ ഇത്? ഞങ്ങളുടെ അടുക്കള വശം ഇതാ അടുക്കുന്നത്. മനതക്കാതനല്ലേ മാൻവി ആൻഡ് തങ്കു, ഗുഡ് ജോബ്. ഫൈനൽ സിറ്റുവേഷനിൽ അവരാണ് പ്രൂവ് ചെയ്തത്. സോ ഫൈനലി അങ്ങനെ ക്ലൈമാക്സിൽ ശുഭം സുമയാണ് കേറുന്നത്. ശ്രീവിദ്യ അങ്ങനെ ഫൈനലി സുമയുടെ മേലത് അടിച്ചേൽപ്പിച്ചു. ഓക്കെ, റെഡി? 1, 2, 3, ഗോ. ശരി, അപ്പൊ ഇറങ്ങിക്കോളൂ. മഞ്ഞൾ വെള്ളം. കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ജയിച്ചിട്ടുള്ളത് നമ്മുടെ ബിനു, അടിമാലി ആൻഡ് ടീം. എന്തായാലും ഈ ഒരു സമയത്ത് ഏറ്റവും വലിയ നന്ദി പറയേണ്ടത് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്ത, ഇന്നത്തെ ഈ ഒരു ദിവസം മൊത്തം മോട്ടിവേറ്റ് ചെയ്ത നമ്മുടെ ഭൂതത്തിനാണ്. വലിയൊരു നന്ദി. നമ്മുടെ നന്ദി അദ്ദേഹത്തിന് ആശംസിക്കാനായിട്ട് അദ്ദേഹത്തിന് ഇത്രയും നല്ലൊരു ഗെയിം, ആ ഒരു കോൺസെപ്റ്റ് സമ്മാനിച്ചതിനും. ഏതോ അപകടം എന്റെ പിന്നിൽ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഞാൻ തിരിഞ്ഞു നിന്ന് സംസാരിച്ചോളാം. നമ്മള് ഭൂതത്തിനോട് ഗുഡ് നൈറ്റ് പറയാണ്. ഭൂതത്തിനെ തിരിച്ച്
ഭൂതം ഇത്ര പേടിത്തോണ്ടനാണോ? നിങ്ങൾക്കൊരു കാര്യം അറിയോ? എന്താ? ഞാൻ വെറും പാവമാണ്. നിനക്കത് തോന്നിയിരുന്നു? അതല്ലല്ലോ ഇവിടെ അടിച്ച ഡയലോഗ്. അതല്ല എന്താണ് എന്താ എല്ലാവരും കരുതി അവിടെ നിന്ന് പിള്ളേരെ ഒരുപാട് നല്ല രീതിയിൽ ഭൂതത്തെ മനസ്സാ. അപ്പൊ എല്ലാരും ഈ മെട്രോയിൽ കയറി ഇങ്ങനെ ആഘോഷിച്ചോണ്ടിരിക്കുമ്പോ തങ്കു ഇപ്പൊ ഭൂതത്തിന് മതിയായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭൂതത്തിന് നമ്മള് സീ ഓഫ് ചെയ്യാണ്. ഗുഡ് നൈറ്റ് എല്ലാം പറഞ്ഞിട്ട് ഉറക്കുളക്കരുത്, ആരോഗ്യ പ്രശ്നങ്ങൾ. എനിക്കങ്ങ് പോണം. വരൂ വരൂ വിടാം. എങ്ങോട്ടാ കൊണ്ടുപോക്ക്? അത് ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഭൂതത്തിനെ യാത്ര ചെയ്യിക്കട്ടെ. എന്താണ് പറഞ്ഞാട്ടെ. അപ്പൊ ഭൂതത്തിന് നമ്മള് ഗുഡ് നൈറ്റ് പറയാണ്, തള്ളി വിടാണ് കേട്ടോ. ഭൂതം ചിരിച്ച് ചിരിച്ച് സ്മൈൽ പ്ലീസ്. ഹാപ്പിനെസ് ഓവർലോഡഡ്, എക്സൈറ്റ്മെന്റ് ഓവർലോഡഡ്. ഗുഡ് നൈറ്റ്. കിട്ടണി മാമോ. ഭൂതം നീ പെട്ടെന്ന് തിരിച്ചു വാ, അല്ലെങ്കിൽ അവര് നിന്നെ കൊല്ലും. എന്നെ വിളിക്കുന്ന അപ്പൊ ശരി നോക്കാം. എന്തായാലും ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഭൂതം സ്റ്റാർ മാജിക്കിൽ വന്നിട്ട് പേടിച്ചോടി പോകുന്നത്. അപ്പൊ താങ്ക് യു ഭൂതം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഭൂതം. അങ്ങനെ സ്റ്റാർ മാജിക്കിന് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം അമൃതവേണി ഹെയർ എലൈക്സർ പ്രസൻസ് മൈ ജി ഫ്യൂച്ചർ സ്റ്റാർ മാജിക്.